രണ്ടു ഓലക്കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ആദ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി. ഝലം നദിയിലെ നീരൊഴുക്ക് കൂട്ടി പറച്ചിലല്ല പ്രവൃത്തിയാണ് എന്ന സൂചന നൽകി. പാക് മിസൈൽ പരീക്ഷണത്തിന് അറബിക്കടലിൽ പടക്കപ്പൽ അണിനിരത്തി മിസൈൽ പരീക്ഷിച്ചും മറുപടി നൽകി ഇന്ത്യ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. ഘട്ടത്തിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒപ്പം ഇന്ത്യയിൽ ഈ നിലപാടെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അഭിനന്ദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എങ്ങനെ ഇത് പരാജയപ്പെടുത്തിയത്? ഈ അസീഫ് മുനീറിന് വേണ്ടിയിട്ട് നമ്മൾ തലവെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെ എന്ന മട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ഒരിടത്തും ഒരു വാക്കുപോലും ആരും മിണ്ടിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ ബീഹാറിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി കലിമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മുസൽമാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കാമായിരുന്നു അവരെങ്ങനെയാണ് തീവ്രവാദികൾ വന്ന് നമ്മളുടെ ഹിന്ദു സഹോദരങ്ങളെ കൊലപ്പെടുത്തിയത് എന്ന വാക്ക് പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മുസൽമാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, കലിമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കഷ്ടപ്പെട്ടോക്ക് വെറുതെയല്ലോ. വളരെ മിതമായ ഭാഷയിൽ അന്തർദേശീയ സമൂഹത്തോടാണ് ഇത് ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണം എന്ന മട്ടിലാണ് പ്രധാനമന്ത്രി അത് പറഞ്ഞത്. ഇന്നും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ രീതിയിലാണ് അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കൂടി ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഉപയോഗിച്ച ടെർമിനോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. 100% ഞാൻ യോജിക്കുന്നു. കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്ന് അച്ഛൻ നഷ്ടപ്പെട്ട ആരതി പറയുമ്പോൾ, കേരളത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ട മകൾ എൻ്റെ സഹോദരിയാണെന്ന് മുസാഫിറും സമീറും പറയുമ്പോൾ ഈ അസീം മുനീർ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആർമി പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതുകൊണ്ട് തുടർച്ചയായി പാകിസ്ഥാൻ എത്ര പ്രകോപനം നടത്തിയാലും ആ പ്രകോപനത്തിൽ ഇന്ത്യ വീഴില്ല എന്ന് മാത്രമല്ല, ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ. നോക്കൂ, ഉറിയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നു, ഉറി ഡാമിൽ നിന്ന്. അതിന്റെ ഭാഗമായി ഹട്യാബാലയിൽ ഇപ്പോൾ ഒരു വാട്ടർ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുന്നു. തീർച്ചയായിട്ടും സിന്ധു നദീജല കരാർ പ്രകാരം വളരെ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരിക്കാം, കാരണം വലിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ അപ്രതീക്ഷിതമായി വെള്ളം തുറന്നുവിടാൻ പറ്റും. അപ്രതീക്ഷിതമായി വെള്ളം തുറന്നു. ഇന്ത്യക്ക് ബാധ്യതകളില്ല, ഇന്ത്യ മുന്നറിയിപ്പ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പൊ കരാർ റദ്ദാക്കിയതോടുകൂടി അന്തർദേശീയ സമൂഹത്തിന് മുന്നിലോ പാകിസ്ഥാനിലോ നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റില്ല. എപ്പോൾ വെള്ളം കൂടുതലാവും കുറവാവും എന്നറിയാതെ ഒരു സമൂഹം, ഒരു കർഷക സമൂഹം പഞ്ചാബിലും സിന്ധിലും ഉണ്ടാവും. അത് പഞ്ചാബും ഈ സർക്കാരിന് നേരെ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഈ സൈക്കോളജിക്കൽ വാർഫെയറിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പാകിസ്ഥാനിൽ ഇല്ലാത്തതും ഉത്തരവാദിത്വം ഇല്ലാത്തൊരു സർക്കാരാണ്. നമുക്കുള്ളതാവട്ടെ ഉത്തരവാദിത്വമുള്ള സർക്കാർ. അതുകൊണ്ട് ഒരൊറ്റയാൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതോ പ്രധാനമന്ത്രി മാത്രമാണ്. പ്രധാനമന്ത്രി 16 രാജ്യങ്ങളിലെ നേതാക്കന്മാരോട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കുന്നു. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. അവിടെ ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ മുതലെടുപ്പ് നടത്താൻ ഇന്ത്യയിൽ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. ഇന്ത്യയെ എന്നെന്നും പരസ്പരം പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമായി കാണാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. ആ വെള്ളമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വാങ്ങി വെപ്പിച്ചിരിക്കുന്നത്. എന്താ എന്തൊരു ചേർച്ച. RSS ഏതെങ്കിലും തരത്തിൽ അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ദത്താത്രേയ ഹോസബളയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ഹിന്ദുക്കൾക്ക് നേരെ നിറയൊഴിക്കുകയില്ല. നോക്കൂ, ഈ കരുതിക്കൂട്ടിയുള്ള കരുതലോടുകൂടിയുള്ള സംയമനത്തോടു കൂടിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പ്രതികരണം പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുകയാണ്. അതിന്റെ കാരണം എന്താ? ഇന്ത്യൻ നേതൃത്വം ഒരു സിവിക് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. മറ്റൊന്ന്, നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നത് ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ കരുത്താണ്. നമ്മൾ കണ്ടല്ലോ, ആരതി പറയുന്നത് ആരെക്കുറിച്ചാണ്? തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ഭീകരവാദികളിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച് തിരിച്ച് പഹൽഗാമിലേക്ക് കൊണ്ടുവരുന്ന സമീറിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? മുസാഫിറിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? എന്ത് വാക്കാ ഉപയോഗിച്ചത്? അവർ കാശ്മീരിലുള്ള എൻ്റെ സഹോദരങ്ങളാണ് എന്നാണ്.
നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇന്നിപ്പോ ഇതേ സമീറും ഇതേ മുസാഫിറും നമ്മളുടെ പ്രതിനിധി ആദിൽ പാലോടിന് കൊടുത്ത പ്രതികരണത്തിൽ എന്താ പറയുന്നത്? കേരളത്തിലുള്ള എന്റെ സഹോദരിയാണ് ആരതി എന്നാണ്. ഇനി അടുത്തതായി വരാൻ പോകുന്നത് എന്താ? ഒരു സമ്പൂർണ്ണ ട്രേഡ് സാങ്ഷനാണ് വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി അട്ടാരി വാഗ ബോർഡർ 2019 അടച്ചതിന് ശേഷം കണക്ക് കൂട്ടി നോക്കിയ $3886 കോടി നഷ്ടപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇത് ചെറുതല്ലാത്ത കണക്കാണ്. ഈ ഉപരോധം പാകിസ്ഥാനെ സംബന്ധിച്ച് സാമ്പത്തികമായി ഞെരുക്കും. ഇന്ത്യയുടെ നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ച് കർഷക സമൂഹത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കും. അതിനേക്കാൾ പാകിസ്ഥാനിൽ ആശങ്കയേറ്റുന്നത് എന്തു പറഞ്ഞിട്ടും തമ്മിൽ തല്ലാത്തൊരു ജനതയാണ് ഇന്ത്യ എന്ന പ്രതീതി ഇതിനകം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിന് ഇന്ത്യൻ നേതൃത്വം, ഭരണ നേതൃത്വവും ഇന്ത്യയുടെ പൗരസമൂഹവും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. നമ്മൾ ഈ നിലയിൽ തന്നെ തുടരും. നാവികസേനയും കരസേനയും അലേർട്ടിലുമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഇന്ത്യയിലെ പൗരസമൂഹം ഒരുമിച്ചൊറ്റക്കെട്ടായി നിൽക്കുക തന്നെ ചെയ്യും. ആ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആത്മാവിന്റെ 7 അയലത്ത് തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം. കലാപത്താൽ, ആഭ്യന്തര തീവ്രവാദത്താൽ വലഞ്ഞിരിക്കുന്ന ഒരു ദുർബല രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. ആ പാകിസ്ഥാന്റെ ആർമി ചീഫ് സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ ഒരു പട്ടാള വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി നടത്തിയ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ തുടർച്ചയാണ് പഹൽഗാമിൽ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ഇന്ന് അസീം മുനീറിനെ കുറിച്ച് അവിടുത്തെ ഇമ്രാൻഖാൻ അനുകൂല ആളുകൾ പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? പാകിസ്ഥാന്റെ രാജ്യത്തുടനീളം ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്തയത്ര ഭീരുവാണ് അസീം മുനീർ എന്ന്. അത്രയ്ക്ക് പേടിയാണോ? ബലൂചിസ്ഥാനിലേക്കോ ഈ പറയുന്ന സിന്ധു പ്രവിശ്യയിലേക്കോ പഷ്തൂൺ പ്രവിശ്യയിലേക്കോ പാകിസ്ഥാൻ ആർമി ചീഫിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്നതാണ് അവിടുത്തെ അപകടകരമായ അവസ്ഥ. പന്നകള് അവന്റെ തന്തയെയും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എന്റെ ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നു. ശക്തമായ ഇന്ത്യ വിരുദ്ധതയിലൂന്നിയ ദേശീയത അവിടെ വിൽക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 26 രക്തസാക്ഷികളുടെയും ജീവൻ നഷ്ടപ്പെട്ടത് വെറുതെയാവില്ല. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കിങ്ങനെയാണ്: ന്യായം ലഭിക്കും, നീതി ലഭിക്കും, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ന്യായം മിലേങ്കെ ന്യായം മിൽക്കർ കരേങ്കെ എന്നാണ് ഈ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.